ഓപ്പോസിറ്റ് ലൈറ്റ് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം വെട്ടൂർ കടപ്പുറത്ത് പ്രവർത്തനം തുടങ്ങി. മത്സ്യബന്ധന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് ഊർജ്ജം പകരാനും തൊഴിലാളി കോൺഗ്രസിന്റെ തീരദേശ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി മുന്നോട്ടു പോകാനും ആസ്ഥാന മന്ദിരം ഏറെ ഗുണം ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞു. നമസ്കാരം, ഞാൻ ചെറുനീര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ പേര് ശശികല. നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ നിയോജക മണ്ഡലം തലം ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ നല്ല ഒരു ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓഫീസ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികളുടെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു നമ്മുടെ മത്സ്യത്തൊഴിലാളി യൂണിയനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. 500ഓളം മെമ്പർമാർ പല മേഖലകളിലായിട്ട് ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 23-നായിരുന്നു കെട്ടിടം ഉദ്ഘാടനം. തൊഴിലാളികളുടെ ക്ഷേമത്തിനും കടൽ മേഖലയിലെ വികസനത്തിനുമായി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഉടൻ നടപ്പിലാക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള ചർച്ചയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു. കടലിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിര വരുമാനവും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്ന് യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. വർക്കല ബ്ലോക്ക് പ്രസിഡന്റ് നൌഷാദ് തയ്യൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാലിബ് VS സ്വാഗതം ആശംസിച്ചു. ഇവിടെ തുടക്കം കുറിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും കഴിഞ്ഞ 9 വർഷക്കാലമായി മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ പോലെ തീരെ അവഗണിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ പിന്തള്ളിക്കൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് നടത്തി വരുന്ന ദുർഭരണത്തിന് താക്കീത് നൽകിക്കൊണ്ട് 500ഓളം അംഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പാർട്ടിയുടെ എല്ലാ രീതിയിലും പാർട്ടിക്ക് പിന്തുണ നൽകുന്നതിനും വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലും അസംബ്ലി തലത്തിലും ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസ് ഞങ്ങളുടെ ആ ഒരു ഒത്തൊരുമയിലൂടെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് പേരുടെ സഹായമുണ്ട്. കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ സഹായം ഉണ്ടായിരുന്നു, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം കൊണ്ടും. അതുപോലെ മറ്റ് പോഷക സംഘടനകളുടെ സഹായം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സംഘാടകരുടെ സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുടെ സഹായത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഓഫീസ് തുടങ്ങാനുണ്ടായി. ഇനി കുറച്ച് ആശയങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഒരു കാലയളവിൽ എല്ലാവരെയും അറിയിക്കും. അത്രയും ആ ആശയങ്ങൾ ഞങ്ങൾ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണയും നൽകിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ക്ഷേമത്തിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെയും UDF-ന്റെയും നല്ലവരായ മുഴുവൻ ജനങ്ങളെയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പൂർണ്ണമായ അഭിവാദ്യങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രദേശത്ത് ഒരു പൊതുപരിപാടിയിൽ ആദ്യമല്ല, കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ RSPയുടെ സംസ്ഥാന RSPയുടെ നേതാവ് ഷിബു ബേബി ജോണും ഞാനും അടക്കം തീരദേശത്തൂടെ ഞങ്ങളുടെ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു തീരദേശ ജാഥ ഉണ്ടായി. വർക്കല കഹാർ ഉൾപ്പെടെ ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് ഈ ജാഥയിൽ അഭിസംബോധനയിൽ സംസാരിച്ചപ്പോൾ ഈ പ്രദേശത്തെ ജനവികാരങ്ങൾ മനസ്സിലാക്കുവാനും ഈ പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന യാതനകൾ മനസ്സിലാക്കുവാനും കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ദീർഘകാലമായി പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു ചുമതലയാണ് മത്സ്യത്തൊഴിലാളി മേഖല. കൊല്ലം ജില്ലയിൽ 10 വർഷം ജില്ലാ പ്രസിഡന്റായും തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ദേശീയ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഈ വർഷം ജനുവരി മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം എന്നെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും നിർണായകമായ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ്
മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകും. കടലിന്റെ മക്കൾക്കെന്ന നമ്മുടെ സ്വപ്നം, കടലും കടലാഴിയും നമ്മുടേതാണെന്നുള്ള നമ്മുടെ പൂർവികന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കടങ്കഥകൾ ആയി മാറുന്ന ഒരു സാഹചര്യം. ഇത് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കോർപ്പറേറ്റുകൾ, വൻകിട കുത്തക ബൂർഷ്വാ മുതലാളിമാർ കടലിലെ നമ്മുടെ സമ്പത്തുകൾ, കടൽ മത്സ്യസമ്പത്തുകൾ മാത്രമല്ല, കടലിലുള്ള എല്ലാ ജൈവ വസ്തുക്കളും അവർ എടുത്തുകൊണ്ട് പോകുവാൻ കേന്ദ്രം ഭരിക്കുന്ന മോഡി ഗവൺമെന്റ് അച്ചാരം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടക്കുന്ന നമ്മളുടെ ആ കൊല്ലം പരപ്പെന്ന് പറയുമ്പോൾ വർക്കല മുതൽ അമ്പലപ്പുഴ വരെ നീണ്ടു കിടക്കുന്ന ഈ കടൽ പ്രദേശത്തെ കടൽ മണൽ ഖനനം ചെയ്യുക. കടൽ മണൽ ഖനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നും മണ്ണെടുത്തോണ്ട് പോവുക മാത്രമല്ല, കടൽ നമ്മളുടെ മത്സ്യസമ്പത്തുകൾ കുരുക്കുന്നത്, കടലിന്റെ ആവാസ വ്യവസ്ഥയും മത്സ്യസമ്പത്തുകൾ കുരുക്കുന്നതും കടലിൽ അടിത്തട്ടിലുള്ള ചെടികളിലാണ്. സംസാരിക്കുന്നില്ല. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കെതിരെ ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നടത്തുന്ന ഏറ്റവും നികൃഷ്ടമായ അവഗണന. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു, കടൽ, സമുദ്രം എന്ന് പറയുന്നത് ഏതൊരു നാടിന്റെയും ജീവനാടിയാണ്. ആ സമുദ്രം വരെ കോർപ്പറേറ്റുകൾക്ക്, സമുദ്രം എന്ന് പറയുന്നത് ലാസ്റ്റാണ്. അതിനു മുമ്പ് എന്തൊക്കെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാവും അതെല്ലാം കൊടുത്തു കഴിഞ്ഞു. നമുക്ക് അധികാരവും ഭരണവും ഇല്ലെങ്കിലും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഏറ്റവും മുന്നിലുള്ള നേതാക്കന്മാർ വിട്ട ഒരു കാര്യം പറയാം. നമ്മുടെ ഈ മുതലപ്പടിയിൽ 100-ൽ ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് എന്ത് അനാവസ്ഥയാണ്. ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വീണ്ടും ദിനംപ്രതി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ജീവൻ പോലും ധരിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന് സേവിക്കുന്ന, രാഷ്ട്രത്തിന് നന്മ ചെയ്യുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. നിങ്ങൾ എപ്പോഴും, നിങ്ങൾ ഇത്രയും നേരത്തെ ഇവിടെ പറഞ്ഞു, എന്താണ്, ഏത് അപകടസന്ധിയിലും ഭീതിയില്ലാതെ, കാരണം കടലിൽ പോകുന്ന അവർ പിന്നെ വേറെ ഒന്നിനും പേടിക്കാനില്ല, അതിനപ്പുറമൊന്നുമില്ല. തിരിച്ചു വരുമോ ഇല്ലെന്ന് ഉറപ്പില്ലാത്ത തൊഴിലാണ്. ആ തൊഴിലിനെ നിങ്ങൾ എല്ലാവരും ഞാൻ അനുമോദിക്കുന്നു. ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഷാലിബ്, തയ്യൂബ്, പിന്നെ ഈ നേതാക്കന്മാരെല്ലാം പേര് പറയേണ്ടവരാണ്. ഇവരെല്ലാം ഞാൻ കുറച്ച് ദിവസങ്ങളോട് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളൊരു ടീമായിട്ടാണ് ഈ പരിപാടി നടത്തിയത്. ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടകനായി മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനും മുഖ്യപ്രഭാഷകനായി സംസ്ഥാന പ്രസിഡന്റ് ലീലാകൃഷ്ണനും വേദിയിലെത്തി. മുഖ്യ അതിഥികളായി XMLA വർക്കല കഹാറും സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡോൾഫ് മോറീസ്, ജില്ലാ പ്രസിഡന്റ് പൂന്തുറ ജയ്സൺ, സ്റ്റേറ്റ് സെക്രട്ടറിമാരായ ഹെൻറി വിൻസെന്റ്, നെൽസൺ അഞ്ചുതെങ്ങ്, ചെറിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശശികല, വർക്കല ബ്ലോക്ക് പ്രസിഡന്റ് K രഘുനാഥൻ, വെട്ടൂർ UDF ചെയർമാൻ AK ആസാദ്, വർക്കല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി, കോൺഗ്രസ് വെട്ടൂർ മണ്ഡലം പ്രസിഡന്റ് സുജി, 6ാം വാർഡ് അംഗം R സോമരാജൻ, വർക്കിംഗ് പ്രസിഡന്റ് കാലിഫ ചിലക്കൂർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷാജിർ ഖാൻ എന്നിവർ വേദി പങ്കിട്ടു. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ എപ്പോഴും അവഗണിക്കപ്പെടുന്ന വിഭാഗമായി മാറിക്കിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനും അവരുടെ പ്രയാസങ്ങൾ അറിയിക്കാനും അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും കഴിയുന്ന ഒരു ആസ്ഥാനമായി
ഈ ഓഫീസ് മാറട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നേതൃത്വം നൽകിയ വർക്കലയിലെ എൻ്റെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും ഇനി നല്ലൊരു ഓഫീസ് നിർമ്മിച്ചതിന് നമ്മുടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനത്തിന് സജീവമായി നേതൃത്വം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. വർക്കല നിയോജകമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സംഘടനയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമുക്കറിയാം, ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ നയിക്കേണ്ട നേതാക്കന്മാരാണ്. എനിക്ക് ഒരു കാര്യം സംശയമില്ല, വർക്കലയിലെ കോൺഗ്രസിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കാനുള്ള ഇതുമായി വിട്ടുനിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അത് നമുക്ക് എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് അവരൊരു വലിയ കൊടുങ്കാറ്റായി മാറ്റിയെടുക്കാനുള്ള കഴിവ് നേതാക്കന്മാരെ വർക്കല കോൺഗ്രസ് ഏറെ പ്രിയങ്കരനായ നമ്മുടെ വർക്കല ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ എം.എൻ. റോയി അവർ വളരെ ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വാക്കുകളൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രാധാന്യമുള്ള കാര്യമാണ്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ഓഫീസ് ചിറകാണ്. അത് ചിറകായിട്ട് തന്നെ വർത്തിക്കണം. അതുകൊണ്ട് പാർട്ടിക്ക് എപ്പോഴും ഗുണകരമായ കാര്യങ്ങൾ. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് എടുത്തിരിക്കും. അതിനുള്ള മുൻകൂടിയുള്ള ആശയങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. 100% അത് ഉണ്ടായിരിക്കും. ഒപ്പം ഇവിടെ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ബുക്കില്ലാത്തവർക്ക് ബുക്കെടുക്കുന്ന സംവിധാനം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇലക്ഷൻ നേരിടുന്നു. അതിൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രസംഗത്തിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചത് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അത് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു. ഏറെ സന്തോഷമുണ്ട്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അത്തരം ഒരു പ്രവർത്തി ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനോട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ കോൺഗ്രസ് കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അഭിനന്ദനങ്ങളും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചത്. താങ്ക് യു സോ മച്ച്. അതിനുവേണ്ടി നിങ്ങളുടെ ആദരവ് അവർക്ക് നൽകുന്നു. അല്ലമീനും മോനും ആ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പൊതുജന പ്രശ്നങ്ങൾ കണ്ടെത്തിയും മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചും മുന്നോട്ടു പോകുന്ന പ്രവർത്തനങ്ങൾക്ക് പുതിയ കെട്ടിടം ശക്തിയേകുമെന്നും നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. വിസ്മയ ന്യൂസ്, വർക്കല.